ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ER മോഡൽ എന്ന് പറയുന്നത്, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. സോ ER മോഡൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന കണ്ടൻസ് ഒന്ന് വാട്ട് ഈസ് DBMS എന്താണെന്നുള്ളൊരു കൺസെപ്റ്റ്, ദെൻ അബൌട്ട് ER മോഡൽ, ദെൻ എക്സാമ്പിൾസ്, ദെൻ കമ്പോണൻസ്. എന്തൊക്കെയാണ് കമ്പോണൻസ്? എൻറ്റിറ്റി ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ട്. നമുക്കൊക്കെ എന്താ DBMS എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ. അവിടെ നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം, അതിനകത്തേക്ക് ഡാറ്റാബേസ് ഇൻസേർട്ട് ചെയ്യാം, ദെൻ ആ ഡാറ്റാസിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, ദെൻ ആവശ്യാനുസരണം നമുക്ക് ഡാറ്റാസിനെ റിട്രീവ് ചെയ്യാം. ഓക്കെ, അതിനാ നമ്മൾ ദെൻ ഡാറ്റാസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ ഇതിനാണ് നമ്മൾ DBMS യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ DBMS എന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. A database management system or DBMS is a system software for creating and managing databases. Create ചെയ്യാനും manage ചെയ്യാനും. The DBMS provides user and programmers with a systematic way to create, retrieve, update and manage data. Okay, ഡാറ്റനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. Then what is ER model? Entity relationship model is also called ER model. ER model full form entity relationship model, and it is a high level model. This model is used to define the data elements and relationship for a specified system. Yes, അതിനകത്തുള്ള ഡാറ്റ എലമെൻറ്റ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡാറ്റാബേസിൽ നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ടേബിളിൻ്റെ അകത്ത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റിനെ എൻറ്റിറ്റി ആയിട്ട് എടുക്കാം. ദെൻ അതിനായിട്ട് റിലേറ്റ് ചെയ്ത ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് നെയിം ഉണ്ട്, ID ഉണ്ട്, ദെൻ അതുമായിട്ട് സ്റ്റുഡൻ്റായിട്ട് റിലേറ്റ് ചെയ്ത കുറേ ആട്രിബ്യൂട്ട്സ്. സോ ഈ എൻറ്റിറ്റിയും ഈ ആട്രിബ്യൂട്ട്സ് നമ്മൾ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, നമ്മൾ അതിനെ ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമുക്ക് ഒരു ഡാറ്റാബേസ് എടുത്താൽ ഒന്നിലധികം ടേബിൾസ് ഉണ്ടാവും. സോ ഈ ടേബിൾസ് നമ്മൾ എങ്ങനെ റിലേഷൻഷിപ്സ്, ഇതൊക്കെ നമുക്ക് ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ER മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, it develops a conceptual design for the database. It also develops a very simple and easy to design view of data. ഡാറ്റനെ എങ്ങനെ വ്യൂ ചെയ്യും, നമുക്കൊരു സിമ്പിളായിട്ട് എങ്ങനെയാണ് ആ ഡാറ്റാസ് പരസ്പരം റിലേറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, ഒരു ഡയഗ്രമാറ്റിക് വ്യൂ നമുക്ക് തരും. ഓരോ ഡാറ്റാസും മീൻസ് ഒരു ടേബിളിലെ ഡാറ്റാസ്, ആ ഡാറ്റാസ് തന്നെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ദെൻ രണ്ട് ടേബിൾ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരുന്നത്, അതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാവുന്നൊരു വ്യൂ തരും. അത് നമ്മൾ ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. In ER model, the database structure is portrayed as a diagram called entity relationship diagram. Yes, database structure നമ്മളൊരു ഡയഗ്രം ആയിട്ട് മാറ്റും. സോ ഓരോന്നിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പം എൻറ്റിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു കോളം ഉണ്ടാവും. ദെൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സോ എങ്ങനെ ഒരു റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സോ എങ്ങനെയാണ് ഒരു ആട്രിബ്യൂട്ടിനെ റെപ്രസെൻറ്റ്, ഓരോന്നിനും ഓരോരോ വിധത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു ഡാറ്റാബേസിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടും, റെപ്രസെൻറ്റേറ്റീവ് ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റേറ്റീവ് ഒരു സ്ട്രക്ചർ കിട്ടും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഡാറ്റാബേസിൽ ഒരു പുതിയൊരു ഡാറ്റാബേസ് ഉണ്ടാക്കി, ആ ഡാറ്റാബേസിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ടാക്കി, ദെൻ ആ ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഷുവറായിട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്ത, അതായത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ടാക്കുക, ആ ടേബിൾ നമ്മൾ എന്താ പറയും, എൻറ്റിറ്റി എന്ന് പറയും. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, അതായത് ഈ എൻറ്റിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. അതായത് നെയിം ഉണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, ID ഉണ്ടാവും, ഏജ് ഉണ്ടാവും. സോ അതൊക്കെ ആട്രിബ്യൂട്ട്സാണ്. സോ അതെങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും, അതിനെ നമ്മൾ ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. സ്റ്റുഡൻറ്റ് ആ ആട്രിബ്യൂട്ട് നമ്മൾ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ എൻറ്റിറ്റി ആയ സ്റ്റുഡൻറ്റിനെ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്തു, ID, ഏജ്, അഡ്രസ്, നെയിം. സോ ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എങ്ങനെയാണ് റെപ്രസെൻറ്റ്, ഓരോന്നിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എൻറ്റിറ്റിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആട്രിബ്യൂട്ട്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആട്രിബ്യൂട്ട്സ് ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അവരൊക്കെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ദെൻ റിലേഷൻഷിപ്പിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമുക്കതിലേക്ക് കടക്കാം. സോ അതിനു മുന്നേ നമുക്ക് എന്തൊക്കെയാണ് ER കമ്പോണൻസ്, നമ്മളതിൻ്റെ ഫസ്റ്റ് കണ്ടൻറ്റ് പറയുമ്പോൾ പറഞ്ഞു ER കമ്പോണൻസ് എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ER കമ്പോണൻസ് ഓഫ് ER ഡയഗ്രാം. ER ഡയഗ്രത്തിലെ കമ്പോണൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മൾ ഫസ്റ്റ് കണ്ടൻറ്റ് നോക്കുമ്പോൾ പറഞ്ഞു അതായത് ER കണ്ടൻസ് എന്ന് പറയുന്നത് അല്ല കമ്പോണൻസ് എന്ന് പറയുന്നത് എൻറ്റിറ്റി ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്, റിലേഷൻസ് ഉണ്ട്, ഇതൊക്കെയാണ് അതിൻ്റെ
മോഡലിലെ കമ്പോണൻസ്. സോ അതിൻ്റെ അത് നോക്കാം നമുക്കതിനെ. അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് കമ്പോണൻസ്. 3 കമ്പോണൻസ് ആണ് കമ്പോണൻസ് ആയിട്ടുള്ളത്. മോഡലിലെ കമ്പോണൻസ് ആയിട്ടുള്ളത്. ഒന്ന് ആൻറ്റിറ്റി തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, സ്ട്രോങ് ആൻറ്റിറ്റി ആൻഡ് വീക്ക് ആൻറ്റിറ്റി. ദെൻ ആട്രിബ്യൂട്ട്സ് നമ്മളെന്താ കീ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, കമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് റിലേഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ഉണ്ട്. ഒന്ന് 1-to-1 റിലേഷൻ, 1-to-many റിലേഷൻ, many-to-one റിലേഷൻ ആൻഡ് many-to-many റിലേഷൻ. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. യെസ്, വാട്ട് ഈസ് എൻ എൻറ്റിറ്റി? ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻ എൻറ്റിറ്റി മേ ബി എനി ഒബ്ജക്റ്റ്, ക്ലാസ്, പേഴ്സൺ ഓർ പ്ലേസ്. ഇതിനൊക്കെ നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. സോ നമ്മളൊരു ഡാറ്റാബേസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ നമ്മൾ നേരത്തെ പറഞ്ഞു. സ്റ്റുഡൻറ്റ് ഒരു എൻറ്റിറ്റിയാണ്. ദെൻ ഒരു ടീച്ചർ എന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ടീച്ചർ ഈസ് എൻ എൻറ്റിറ്റി. ഓക്കെ, ഇനി ഡയഗ്രാം, ആൻ എൻറ്റിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് റെക്റ്റാങ്കിൾ. ഡയഗ്രത്തിൽ എൻറ്റിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വർക്ക്സ് ഫോർ, അത് റിലേഷനാണ് കേട്ടോ. വർക്ക്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് 2 എൻറ്റിറ്റി അല്ലെങ്കിൽ 2 ടേബിൾ തന്നിട്ടുണ്ട്. ഒന്ന് എംപ്ലോയി എന്ന് പറയുന്നത്. എംപ്ലോയിനെ നമ്മൾ എന്താണ് ഒരു റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്ത്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതിന് റെക്റ്റാങ്കിളാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനെ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് സ്ട്രോങ് എൻറ്റിറ്റി കേട്ടോ. ഓക്കെ, ദെൻ സ്ട്രോങ് എൻറ്റിറ്റിനെ നമ്മൾ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ നമുക്ക് വീക്ക് എൻറ്റിറ്റി ഉണ്ട്. എന്താ സ്ട്രോങ് എൻറ്റിറ്റി, എന്താ വീക്ക് എൻറ്റിറ്റി നോക്കാം. ഓക്കെ, വീക്ക് എൻറ്റിറ്റി എന്താ നോക്കാം. ആൻ എൻറ്റിറ്റി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അനദർ എൻറ്റിറ്റി. വേറൊരു എൻറ്റിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻറ്റിറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, വീക്ക് എൻറ്റിറ്റി. ഇപ്പം ആ എൻറ്റിറ്റി മീൻസ് ആ സ്ട്രോങ് എൻറ്റിറ്റീൻ്റെ എക്സ്റ്റൻസ് ഇല്ലെങ്കിൽ ഈ വീക്ക് എൻറ്റിറ്റിക്ക് സ്ഥാനമില്ല. ദി ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ദ അതർ സ്ട്രോങ് എൻറ്റിറ്റി. ഓക്കെ, ദ വീക്ക് എൻറ്റിറ്റി ഡസൻറ്റ് കണ്ടെയ്ൻ എനി കീ ആട്രിബ്യൂട്ട്സ് ഓഫ് ഇറ്റ്സ് ഓൺ. വീക്ക് എൻറ്റിറ്റിന് ഒരിക്കലും അതിൻ്റെ കീ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവില്ല, അത് പ്രൈമറി കീസ് ഉണ്ടാവില്ല. ഓക്കെ, വീക്ക് എൻറ്റിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡബിൾ റെക്റ്റാങ്കിളാണ്. സ്ട്രോങ് എൻറ്റിറ്റി റെക്റ്റാങ്കിൾ ആണെങ്കിൽ വീക്ക് എൻറ്റിറ്റി ഡബിൾ റെക്റ്റാങ്കിളാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ലോൺ എന്ന് പറയുന്നത് സ്ട്രോങ് എൻറ്റിറ്റിയാണ്. ലോണിൻ്റെ ഒരു ടേബിൾ, അതൊരു സ്ട്രോങ് എൻറ്റിറ്റിയാണ്. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ്, ലോൺ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുള്ളൂ, ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടാവുള്ളൂ. സോ ലോൺ എന്ന എൻറ്റിറ്റി അവിടെ ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന എൻറ്റിറ്റി അവിടെ ഉണ്ടാവില്ല. സോ ഇൻസ്റ്റാൾമെൻറ്റ് എപ്പോഴും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ലോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് വീക്ക് എൻറ്റിറ്റിയാണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എൻറ്റിറ്റീനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് എന്താണ് ആട്രിബ്യൂട്ട്സ് എന്ന് നോക്കാം. ഓക്കെ, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എൻറ്റിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ദ ആട്രിബ്യൂട്ട് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റീൻ്റെ പ്രോപ്പർട്ടി ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ID, ഏജ്, കോൺടാക്ട് നമ്പർ, നെയിം ഒക്കെ എന്താണ് ആ സ്റ്റുഡൻ്റ് എന്ന ആട്രിബ്യൂട്ട്, അതായത് സ്റ്റുഡൻ്റ് എന്ന ടേബിളിൻ്റെ ആട്രിബ്യൂട്ടാണ്. സോ അതിനെങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സ്റ്റുഡൻറ്റ്, ID, നെയിം, ഫോൺ നമ്പർ, ഏജ്. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കീ ആട്രിബ്യൂട്ട്. കീ ആട്രിബ്യൂട്ട് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റീൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീ ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, യൂസ് ചെയ്യുന്നത്. സോ കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് പ്രൈമറി കീ അല്ലേ, അതിന് നമ്മൾ കീ ആട്രിബ്യൂട്ട് എന്ന് പറയാം. കാരണം ആ മീൻസ് ഒരു ടേബിളിൽ പ്രൈമറി കീ വേണം. ദെൻ ആ പ്രൈമറി കീ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനകത്തുള്ള ടേബിളിൽ ഓരോ ഡാറ്റേനെ, ഓരോ റെക്കോർഡിനും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് കേസ് എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് കീ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവരുടെ റോൾ നമ്പർ ആയിരിക്കും അല്ലേ. സോ അത് നന്നായിരിക്കും, ഓരോ സ്റ്റുഡൻറ്റും യുണീക്കായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ റോൾ നമ്പർ വെച്ചിട്ട് ഓരോ സ്റ്റുഡൻറ്റും യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു എൻറ്റിറ്റീൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. മീൻസ് ആ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഏത് റെക്കോർഡാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏത് റെക്കോർഡ് വെച്ചാൽ ആ റെക്കോർഡിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ എക്സാമ്പിളായിട്ട് സ്റ്റുഡൻറ്റ് കേസ് പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻറ്റ് കേസിൽ നമ്മൾ ID മീൻസ് എല്ലാവർക്കും റോൾ നമ്പർ ഉണ്ടല്ലേ. സോ ആ റോൾ നമ്പർ ഒരു സ്റ്റുഡൻറ്റേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റുഡൻറ്റിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ സ്റ്റുഡൻറ്റ് കേസിന് എടുക്കണം. നമുക്ക് എല്ലാവർക്കും ആധാറിൻ്റെ കേസ് എടുത്താൽ മതി. എല്ലാവർക്കും ഒരു ID ഉണ്ടാവുമല്ലോ, ഒരു ആധാർ നമ്പറേ ഉണ്ടാവുള്ളൂ. സോ ആ ആധാർ നമ്പർ ഒരിക്കലും രണ്ടാൾക്കും ഒരേ ആധാർ നമ്പർ ഉണ്ടാവില്ല. ഈവൻ നമുക്ക് ഒത്തിരി പേർക്ക് ഒരേ നെയിം ഉണ്ടാവും, ഇനീഷ്യൽ അടക്കം സെയിം ആയിട്ടുണ്ടാവും. ബട്ട് നമുക്ക് തരുന്ന ആധാർ നമ്പർ എന്തായിരിക്കും, ഓരോക്കും ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതാണ് നമ്മൾ എന്തെന്ന് കീ ആട്രിബ്യൂട്ട്.
ഒരു വ്യക്തിയുടെ. ഓക്കെ, അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പ്രൈമറി കീ. ഓക്കെ, ദ കീ ആട്രിബ്യൂട്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൻ ഓവൽ ഷേപ്പ്. ഒരു ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിലാണ് കീ ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുക വിത്ത് ടെക്സ്റ്റ് അണ്ടർലൈൻ. ടെക്സ്റ്റ് ഉണ്ട്, ഒരു ID നോക്ക്, ID എന്ത് ചെയ്യുന്നു, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഒരു ഓവൽ ഷേപ്പിലായിരിക്കും വിത്ത് അതിൻ്റെ ടെക്സ്റ്റ് എന്തായിരിക്കും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ID എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. യെസ്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി, ID, ഫോൺ നമ്പർ, നെയിം, ഏജ്. സോ ID അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. എന്താ കമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് നോക്കാം. ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് കമ്പോസ്ഡ് ഓഫ് മെനി അതർ ആട്രിബ്യൂട്ട്. ഒരു ആട്രിബ്യൂട്ട്, ആ ആട്രിബ്യൂട്ടിന് ഒത്തിരി വേറെയും ആട്രിബ്യൂട്ട്സും കൂടെ കമ്പോസ് ചെയ്ത്, ഒന്നിലധികം ആട്രിബ്യൂട്ട് കമ്പോസ് ചെയ്തിട്ട് ഉള്ള ആട്രിബ്യൂട്ട് നമ്മൾ കമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നെയിമിൻ്റെ കേസ് എടുത്താലെന്നാ, അതായത് ഫസ്റ്റ് നെയിം മീൻസ് അതൊരു സിംഗിൾ ആട്രിബ്യൂട്ട് ആണല്ലേ. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നിട്ട് വെവ്വേറെയുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ കാണാം അല്ലേ. ഇപ്പോഴത്തെ കേസ് നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിം എന്നിട്ട് വേറെ ചോദിക്കും, ലാസ്റ്റ് നെയിം. ഇപ്പോൾ നിങ്ങൾ ഏതോ അക്കൗണ്ട് തുറക്കണമെങ്കിൽ, ഇപ്പോൾ FB അക്കൗണ്ട് തന്നെ തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കുന്നില്ലേ. നമ്മൾ കൊടുക്കുന്ന ഓരോ ഡീറ്റെയിൽസ് അവരുടെ ഡാറ്റാബേസിൽ സേവ് ചെയ്യുന്നുണ്ട്. സോ അവരെല്ലാം ഇങ്ങനെ തന്നെ സേവ് ചെയ്യുന്നു. സോ ഫസ്റ്റ് നെയിം വയ്ക്കും, സെക്കൻഡ് നെയിം വയ്ക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം വയ്ക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ അതുപോലെ തന്നെ നമ്മൾ അഡ്രസ്സിൻ്റെ കേസ്, ഫസ്റ്റ് നമ്മൾ ഹൗസ് നെയിം വയ്ക്കും, ദെൻ സ്ട്രീറ്റ് ഏതാ നോക്കും, ഏതാ ഡിസ്ട്രിക്റ്റ് നോക്കും, ഏതാ പിന്നെ നോക്കും, ഏതാ സ്റ്റേറ്റ് നോക്കും അല്ലേ. യെസ്, അഡ്രസ്സും ഒരു കമ്പോസിറ്റ് ആട്രിബ്യൂട്ടിൻ്റെ എക്സാമ്പിളാണ്. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കുറേ ആട്രിബ്യൂട്ട്സിന് ഒരു കമ്പോസിഷനാണ് അല്ലേ അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ കമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ആവശ്യത്തിൽ നമ്മളെ മെയിൻ ആ ആട്രിബ്യൂട്ട് ചെയ്താൽ ദെൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നെയിമിനെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അഡ്രസ്സിൻ്റെ കേസ് എടുത്താലോ, അഡ്രസ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം, അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിൻ നമ്പർ. ഓക്കെ, സോ ഇതാണ് കമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. അതായത് ഒരു ആട്രിബ്യൂട്ടിന് ഒന്നിലധികം വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ആൻ ആട്രിബ്യൂട്ട് ക്യാൻ ഹാവ് മോർ ദാൻ വൺ വാല്യൂ. ദീസ് ആട്രിബ്യൂട്ട്സ് ആർ നോൺ ആസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ദ ഡബിൾ ഓവൽ ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ഓവൽ നമ്മൾ യൂസ് ചെയ്യാം. ദെൻ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. സോ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിൻ്റെ ഒരു എക്സാമ്പിൾ ഇതാണ് ഫോൺ നമ്പർ. നമുക്കറിയാം ഒരാൾക്ക് ഒന്നിലധികം ഫോൺ നമ്പർ ഉണ്ടാവും. സോ അതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കണ്ട. സോ അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഡബിൾ ഓവൽ വെച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം അതർ ആട്രിബ്യൂട്ട് ഈസ് കോൾഡ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ഒരു ആട്രിബ്യൂട്ടിന് വേറൊരു ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് ഡിറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡാഷ്ഡ് ഓവൽ വെച്ചിട്ടാണ്. ഡാഷ്ഡ് ഓവൽ വെച്ചിട്ടാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ കേസ് എടുത്തു. സ്റ്റുഡൻ്റ് അത് നെയിം ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്. സോ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും റോൾ നമ്പറും ഉണ്ട്. സോ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏജ് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയാൽ നമുക്ക് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. സോ ഏജ് എന്തായിരിക്കും, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. അതായത് ഏജ് നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുന്നില്ല, ബട്ട് ഏജ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ഡേറ്റ് ഓഫ് ബർത്ത്. സോ ഏജ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. സോ ഏജിനെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്ക്, ഡാഷ്ഡ് ഓവൽ വെച്ചിട്ടല്ലേ. ഇതാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ് കണ്ടു, എന്താണ് കണ്ടു, എൻറ്റിറ്റി എന്താണ് കണ്ടു. ഇനി നമുക്ക് എന്താ റിലേഷൻസ് നോക്കാം. റിലേഷൻസ് മീൻസ് ഒന്നിലധികം എൻറ്റിറ്റീസ് ഉണ്ടാവും അല്ലേ. ഒരു ഡാറ്റാബേസ്, ഇപ്പോൾ നമ്മൾ കോളേജിൻ്റെ ഡാറ്റാബേസ് എടുക്കുവാണെങ്കിൽ എൻറ്റിറ്റീസ് മീൻസ് ടേബിൾസ് ഉണ്ടാവും അല്ലേ. സ്റ്റുഡൻറ്റ് ടേബിൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടേബിൾ ഉണ്ടാവും, ടീച്ചേഴ്സിൻ്റെ ടേബിൾ ഉണ്ടാവും. സോ ഓരോ ടേബിളും പരസ്പരം റിലേറ്റഡ് ആയിരിക്കും. മീൻസ് ഇപ്പം നമ്മളെ കോളേജിൻ്റെ ഒരു ഡാറ്റാബേസ് എടുക്കുകയാണെങ്കിൽ കോളേജിൽ എന്തുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും വെവ്വേറെ ടേബിൾ ഉണ്ടാവും അല്ലേ. സോ ബട്ട് സ്റ്റുഡൻറ്റും ടീച്ചറും എന്ന ആ രണ്ട് ടേബിൾ അല്ലെ, ആ രണ്ട് എൻറ്റിറ്റിയും തമ്മിൽ റിലേറ്റഡ് ആണ്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഇവർ മൂന്നും റിലേറ്റഡ് ആണ് അല്ലേ. സോ ആ റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. എ റിലേഷൻഷിപ്പ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ റിലേഷൻ ബിറ്റ്വീൻ എൻറ്റിറ്റീസ് തമ്മിൽ റിലേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പിനെ നമ്മൾ represent ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഡയമണ്ട് ഷേപ്പാണ്. ഡയമണ്ട് ഷേപ്പ് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ്. ദർ ആർ ടു ടൈപ്സ്. വൺ ഈസ് സ്ട്രോങ് റിലേഷൻ ആൻഡ് വീക്ക് റിലേഷൻ. രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് സ്ട്രോങ് റിലേഷനും ഒന്ന് വീക്ക് റിലേഷനും. സ്ട്രോങ് റിലേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിംഗിൾ ഡയമണ്ട്.
സിംഗിൾ ഡയമണ്ട് ഷേപ്പിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ട്രോങ് റിലേഷനും ഡബിൾ ഡയമണ്ട് ഷേപ്പിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന വീക്ക് റിലേഷനും ആയിരിക്കും. വീക്ക് റിലേഷൻ റെപ്രസെൻറ്റഡ് ബൈ ഡബിൾ ഡയമണ്ട്. ദെൻ നമുക്ക് ടൈപ്സ് ഓഫ് റിലേഷനിൽ പോവാം. വൺ ടു വൺ റിലേഷൻ. എന്താ വൺ ടു വൺ റിലേഷൻ നോക്കാം. when only one instance of an entity is associated with a relation. മീൻസ് ഒരു റിലേഷനിൽ ഒരു ഇൻസ്റ്റാൻസ് മാത്രമേ അസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് നമ്മൾ വൺ ടു വൺ റിലേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ വെച്ച് നോക്കാം. നമുക്കിപ്പോൾ ഒരു 2 ടേബിൾ ഉണ്ട്. അതായത് 2 എൻറ്റിറ്റി സെറ്റ് ടേബിളോ എൻറ്റിറ്റി വറൈറ്റ്സ്. ഫീമെയിൽ എന്നൊരു ടേബിൾ ഉണ്ട്, മെയിൽ എന്നൊരു ടേബിൾ ഉണ്ട്. ദെൻ അവിടെ ഒരു റിലേഷൻ വരുന്നത് മാരേജ് എന്നാണ് റിലേഷൻ. സോ നമ്മളൊരു കസ്റ്റം വെച്ചാൽ നമ്മളൊരു കസ്റ്റം നമ്മളൊരു ലോ വെച്ചിട്ട് ഒരു ഫീമെയിലിന് ഒരു മെയിലിനെ മാരേജ് ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലേ, ഒന്നിലധികം പറ്റൂലല്ലോ. സോ നമ്മൾ ഫീമെയിൽ എന്ന ടേബിളിൽ ഏതൊരു ഡാറ്റ എടുത്താലും ഏതൊരു വ്യക്തി ഒരു ഫീമെയിലിനെ എടുത്താലും അവരെന്ത് ചെയ്യും, ഒറ്റൊരു മെയിലിനെ മാരേജ് ചെയ്തിട്ടുണ്ടാവും. ചെയ്യാതിരിക്കാം, അത് കുഴപ്പമില്ല. ബട്ട് ഒരാളെ മാരേജ് ചെയ്തോടും അല്ലേ. അപ്പോൾ ആ 2 ടേബിൾ തമ്മിൽ എന്തായിരിക്കും, വൺ ടു വൺ റിലേഷൻ ആയിരിക്കും മാരേജ് എന്ന റിലേഷൻ വെച്ച് നോക്കുമ്പോൾ അല്ലേ. നമ്മളെ ലോ അനുസരിച്ചിട്ട് ഒരാളെയും വിവാഹം കഴിച്ചോളൂ, ഒന്നിലധികം വിവാഹം തെറ്റാണ്. സോ നമ്മളൊരു ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും ഒരു ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരു ഫീമെയിലിനെ എടുത്താലും അവർ ഒന്നിക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇല്ലാതിരിക്കാം, അല്ലെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. ഏത് മെയിലിൻ്റെ ടേബിൾ. അതായത് മെയിലിൻ്റെ ടേബിൾ എടുത്താലും അവർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റൊരു ഫീമെയിലിനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുള്ളൂ. നിങ്ങളിത് ഓൾറെഡി നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. റിലേഷൻഷിപ്പ് വൺ ടു വൺ, വൺ ടു മെനി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതിൽ നിങ്ങൾ ഡൊമൈനും റേഞ്ച് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതേ സംബന്ധം തന്നെ ഇവിടെ വരുന്നത്. സോ അതിൻ്റെ എക്സാമ്പിൾ ആണ് എ ഫീമെയിൽ ക്യാൻ മാരി ഓൺലി ടു വൺ മെയിൽ ആൻഡ് എ മെയിൽ ക്യാൻ മാരി ഓൺലി വൺ ഫീമെയിൽ. അപ്പുറം ഇപ്പുറം ഒറ്റ റിലേഷൻ ഉണ്ടാവുമല്ലോ. ഒരു മെയിലിന് ഒരു ഫീമെയിലിനെ കല്യാണം കഴിച്ചു, അതുപോലെ തന്നെ ഒരു ഫീമെയിലിന് ഒരു മെയിലിനെ കല്യാണം കഴിച്ചോളൂ. ഓക്കെ, യെസ്. സെക്കൻഡ് വൺ ആണ് വൺ ടു മെനി റിലേഷൻ. when only one instance of the entity on the leftലെ ഒരു ഇൻസ്റ്റൻസ് ആൻഡ് മോർ ദാൻ വൺ ഇൻസ്റ്റൻസ് ഓഫ് ദ എൻറ്റിറ്റി ഓൺ ദ റൈറ്റ്. അതായത് പക്ഷേ റൈറ്റിൽ എന്തായിരിക്കും, ഒരു ഇൻസ്റ്റൻസ് ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻസ്റ്റൻസ്, പക്ഷെ അത് റൈറ്റ് സൈഡിൽ ഒന്നിലധികം ഇൻസ്റ്റൻസുമായിട്ട് റിലേറ്റഡ് ആണ്, അസോസിയേറ്റഡ് ആണ്, ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ റിലേഷൻഷിപ്പ്. ദെൻ ദിസ് ഈസ് നോൺ ആസ് വൺ ടു മെനി. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം നമുക്ക്, അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. സയൻറ്റിസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്തുണ്ട്, സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട്. റൈറ്റ് സൈഡിൽ എന്തുണ്ട്, ഇൻവെൻഷൻ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. മീൻസ് ഒരു സയൻറ്റിസ്റ്റിന് എടുത്തു, ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യും, ഇൻവെൻഷൻ ടേബിൾ ഒന്നിലധികം ഇൻവെൻഷൻസ് നടത്തിയിട്ടുണ്ടാവും. ബട്ട് ഇവിടെ എന്തായിരിക്കും, ഒരു സയൻറ്റിസ്റ്റേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഓരോ സയൻറ്റിസ്റ്റ് എടുത്തു. ദെൻ ബട്ട് ഓരോ സയൻറ്റിസ്റ്റ് എടുക്കുമ്പം റൈറ്റ് സൈഡിൽ ഒന്നിലധികം ഇൻവെൻഷൻസ് ആയിട്ട് അവർ മാപ്ഡ് ആണ്. സോ അവിടെ വരുന്നതെന്നാ, ഇവിടെ 1 ആയിരിക്കും, ബട്ട് അവിടെ ഒരാൾ ഒന്നിലധികം ഇൻവെൻഷൻസ് നടത്തിയിട്ടുണ്ടാവും. സോ അവിടെ എന്ത് ചെയ്യും, വൺ ടു മെനി വരും. ഒരു സയൻറ്റിസ്റ്റ്, ഏതൊരു സയൻറ്റിസ്റ്റ് മീൻസ് ഏതൊരു സയൻറ്റിസ്റ്റ് എടുത്താലും ആ സയൻറ്റിസ്റ്റ് എന്തായിരിക്കും, ഒന്നിലധികം ഇൻവെൻഷൻസ് ആയിട്ട് എടുക്കാം. ബട്ട് ഒരു ഇൻവെൻഷൻ എടുത്താൽ ഒന്നിലധികം സയൻറ്റിസ്റ്റായിട്ട് നമുക്ക് മാപ്പ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഒരാൾ ഒന്നിലധികം മീൻസ് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിൽ ഒന്നിലധികത്തോട് മീൻസ് ഒന്നിലധികം വാല്യൂസിനോട് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം ഇൻസ്റ്റൻസിനോട് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വൺ ടു മെനി എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് സയൻറ്റിസ്റ്റിന് പറഞ്ഞത്. ഒരു സയൻറ്റിസ്റ്റ് ഒന്നിലധികം ഇൻവെൻഷൻ നടത്തുന്നു, ബട്ട് ഒരു ഇൻവെൻഷൻ ഒന്നിലധികം സയൻറ്റിസ്റ്റ് നടത്തുന്നില്ല. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണേ. സോ അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ, വൺ ടു മെനി റിലേഷൻഷിപ്പിൻ്റെ. ദെൻ തേർഡ് മെനി ടു വൺ. നേരെ ഓപ്പോസിറ്റ്, വൺ ടു മെനി പറഞ്ഞാൽ ഓപ്പോസിറ്റ്. വെൻ മോർ ദാൻ വൺ ഇൻസ്റ്റൻസ് of the entity on the left and only one instance of an entity on the right associates. അതായത് ലെഫ്റ്റിൽ ഒന്നിലധികം ഇൻസ്റ്റൻസ്, റൈറ്റിൽ ഒരു ഇൻസ്റ്റൻസുമായിട്ട് അസോസിയേറ്റ് ഉണ്ടെങ്കിൽ, വൺ ടു മെനി പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, associates with the relation, then it is known as many to one. For example, സ്റ്റുഡൻ്റ് എന്ന ടേബിൾ എടുത്തു, കോഴ്സ് എന്ന ടേബിൾ എടുത്തു, എൻറോൾ എന്നാണ് റിലേഷൻ. ഓക്കെ, ഒന്നിലധികം സ്റ്റുഡൻറ്റ്
ഒരു കോഴ്സ് എൻറോൾ ചെയ്യുന്നു. ഓക്കെ, അത് ഇതിനൊരു എക്സാമ്പിളാണ്. മീൻസ് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര്, കുറേ സ്റ്റുഡൻസിൻ്റെ പേര്, ദെൻ BCom എന്ന് പറഞ്ഞൊരു കോഴ്സ്. സോ ഒന്നിലധികം സ്റ്റുഡൻസ് ഒരു കോഴ്സ് എടുക്കുന്നത്, ഒന്നിലധികം കോഴ്സ് ഒരു സ്റ്റുഡൻസ് എടുക്കുന്നില്ല, മീൻസ് ഒത്തിരി സ്റ്റുഡൻസ് കൂടിയിട്ട് ഒരു കോഴ്സ് എടുക്കുന്നു. 2 കോഴ്സ് പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് എടുക്കുന്നില്ല, വൈസ് വേഴ്സ ഇല്ല. അതിൻ്റെ എക്സാമ്പിൾ ഇത് കുറേ സ്റ്റുഡൻസ്, ഇപ്പോൾ നിങ്ങളെ MSc കമ്പ്യൂട്ടർ സയൻസ് കുറേ ആൾ കൂടിയിട്ട് മീൻസ് കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ. സോ ആ സ്റ്റുഡൻസ് എല്ലാം കൂടെ MSc കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നത്. പിന്നെ കുറച്ച് മീൻസ് കുറച്ച് സ്റ്റുഡൻസ്, അതായത് ഒരു 10-15 സ്റ്റുഡൻസ് BSc കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നത്. സോ അങ്ങനെ മാപ്പ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ കോഴ്സ് എന്ത് ചെയ്തു, ഒന്നേ ഉണ്ടാവുള്ളൂ, ഒരു കോഴ്സ് സെലക്ട് ചെയ്യുള്ളൂ, നേരെ ഓപ്പോസിറ്റ് ഇല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് എൻറോൾ ഫോർ ഓൺലി 1 കോഴ്സ്, ബട്ട് എ കോഴ്സ് ക്യാൻ ഹാവ് സ്റ്റുഡൻസിന് ഒരു കോഴ്സ് എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. സ്റ്റുഡൻസിൻ്റെ കേസ് എടുത്താൽ ഒറ്റൊരു കോഴ്സിനെ എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബട്ട് കോഴ്സിൻ്റെ കേസ് എടുത്താലാണ് ഒത്തിരി സ്റ്റുഡൻസ് ആ കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ. സ്റ്റുഡൻസിന് ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, ബട്ട് കോഴ്സ് എന്ത് ചെയ്യും, കോഴ്സിന് ഒന്നിലധികം സ്റ്റുഡൻസ് ഉണ്ടാവാം. എക്സാമ്പിൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സ്റ്റുഡൻറ്റ് ആ റിലേഷൻ നമ്മൾ M എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്, എൻറോൾ 1 മീൻസ് ഒരു റിലേഷനേ ഉള്ളൂ എന്നുള്ള കോഴ്സ്. ഓക്കെ, ഇതാണ് മെനി ടു 1 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ മെനി ടു മെനി, when more than one instance of an entity on the left more than one instance and more than one instance of the entity on the right more than one instance associates with the relation, അവർ രണ്ടാളും ഒരു റിലേഷൻ വെച്ചിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ then it is known as many to many relation. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എംപ്ലോയി എന്നുള്ളൊരു ടേബിൾ ഉണ്ട്, റൈറ്റ് സൈഡിൽ പ്രൊജക്റ്റ് എന്നൊരു ടേബിൾ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അസൈൻമെൻറ്റ് എന്ന് അല്ലെങ്കിൽ അസൈൻഡ് എന്ന് പറഞ്ഞൊരു റിലേഷൻ ഉണ്ട്. സോ മെനി എംപ്ലോയീസിനെ മെനി പ്രോജക്റ്റിലേക്ക് അസൈൻ ചെയ്യുന്നു, അതായത് മെനി പ്രോജക്റ്റ് മെനി എംപ്ലോയീസിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. എംപ്ലോയീസ് ക്യാൻ അസൈൻ ബൈ മെനി പ്രോജക്ട്സ് ആൻഡ് പ്രോജക്ട്സ് ക്യാൻ ഹാവ് മെനി എംപ്ലോയീസ്. എംപ്ലോയീസിന് മെനി പ്രോജക്ട്സ് ഉണ്ടാവും, അതേ പ്രോജക്ട്സിന് മെനി എംപ്ലോയീസ് ഉണ്ടാവാം. 1 to many കേസിലോ സ്റ്റുഡൻസിന് ഒരു കോഴ്സ് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പക്ഷേ കോഴ്സിന് എന്ത് ചെയ്യുക, മെനി സ്റ്റുഡൻസ് ഉണ്ടാവാം. അത് മെനി ടു 1. ഇത് 1 to many ആണെങ്കിലോ സയൻറ്റിസ്റ്റ് ഒന്നിലധികം ഇൻവെൻഷൻസ് നടത്താം, ബട്ട് ഇൻവെൻഷൻ എന്തായിരിക്കും, ഒരു സ്പെസിഫിക് സയൻറ്റിസ്റ്റേ ഉള്ളൂ. ഓക്കെ, ഇതാണ് റിലേഷൻഷിപ്സ്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ER മോഡലിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ്. ഓക്കെ, താങ്ക് യു.